അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. 2-3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധി അതുൽ വ്ളോഗ്സിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരാല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ എത്ര വലിയ ആളാന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ, ടെൻഷൻ, അങ്ങനെ എല്ലാം കാണും. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വീഡിയോക്കകത്ത് രേണു പറയുന്ന കാര്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് പോലീസുകാർ ദേഷ്യപ്പെട്ടു എന്ന്. നിങ്ങൾ തന്നെ പറ, നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പോലീസുകാർ അവരുടെ അടുത്ത് ചൂടാവുമോ? നാട്ടുകാരെ ബോധിപ്പിക്കണം. ഇപ്പൊ കാശുകാരെ നോക്കണ്ട. കരഞ്ഞിട്ട് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. എല്ലാം കയ്യിന്ന് പോയി. ഒറ്റ മോളേ ഉള്ളൂ. മതിലോ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നം. അതുപോലെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങൾ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അത് നന്നായി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങില്ല. വലിയ ആളാന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ, ടെൻഷൻ, അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. എല്ലാം വിധിയാണെന്ന് കരുതുക. കരുതരുത്. സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന്. ഇവിടെ അനിയത്തിയും ചേട്ടത്തെയും കൂടെ വന്നിരുന്ന് പോലീസുകാരെയാണ് കുറ്റം പറയണത്. ഇവിടെ അത് തീർക്കാൻ പറ്റത്തില്ല. കോടതി തീർക്കാണ് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട ഒരു നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചാടിച്ചു വിടുവായിരുന്നു. തന്നെ പോവുക. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങളെ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുവായിരുന്നു. എന്ത് അക്രമവും നടത്താൻ എന്ത് വേണ്ടി ശ്രമിക്കാം. കാരണം ഞാനൊന്നും ഒന്നും പോകുന്ന വ്യക്തിയല്ല. എന്റെ ഫോട്ടോ അതിനകത്ത് വളകരില്ലെന്ന് ഇവിടുത്തെ സാർ ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേക്കുക. എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. എന്നാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോ രേണുന്റെ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് അതിന് തനിക്കെന്താ അതിനൊന്നും ഇല്ലേ? രേണുന്റെ അച്ഛൻ അവിടെ ഇരുന്നും കൊണ്ട് പറയുന്നു എന്റെ മോളെ ഇവൻ ചുണ്ടലി നച്ചലി എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബോഡി ഷെയിം ചെയ്തെന്നും പറയുന്നുണ്ടായിരുന്നു. ഇത്തിരി ആസിഡ് എടുത്ത് ആ സുന്ദരിയുടെ മുഖത്തൊഴുക്കി. അപ്പൊ അവളുടെ സൗന്ദര്യം പോയി കിട്ടും. തനിക്ക് സമാധാനമല്ലേ വേണ്ടു? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.